ഗായ്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മഹാരാഷ്ട്രയിലെ കൃഷിയാണ്. ഞാൻ കുറേ കൃഷികൾ നട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഭുസാവലിൽ. ഇന്ന് ഞാൻ പീച്ചിങ്ങയുടെ കൃഷി നിങ്ങളെ കാണിക്കാം. നല്ലതായിട്ട് പീച്ചിങ്ങ ഉണ്ടായി തുടങ്ങി. ഇവിടെ എനിക്ക് പീച്ചിങ്ങ ഉണ്ടായി തുടങ്ങി. ഇതാണ് നല്ല പീച്ചിങ്ങ. നമ്മുടെ നാട്ടിൽ ഇതിനെ പീച്ചിങ്ങ എന്ന് പറയും. ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ മറാഠിക്കാർ ഇതിനെ ഗിലിക്കി എന്നാണ് പറയുന്നത്. ഇതിനെ ഇവിടെ എല്ലാവരും കറി വെക്കുന്നത് കപ്പലണ്ടി അരച്ച് കറി വെക്കാറുണ്ട്. എനിക്കിവിടെ മഹാരാഷ്ട്രയിൽ ഒരു വീടിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇത് എൻ്റെ സ്ഥലമല്ല, വേറൊരാളുടെ സ്ഥലമാണ്. അവിടെ ഞാൻ കുറച്ച് കൃഷികൾ നട്ട് വളർത്തുന്നുണ്ട്. അതിലൊരു വിഭാഗമാണ് എൻ്റെ പീച്ചിങ്ങായ. ഈ പീച്ചിങ്ങ ഇപ്പം ഞാൻ നട്ടിട്ട് 1 മാസമായതേ ഉള്ളൂ. ഇപ്പോഴത്തെ നിറച്ച് പൂക്കളും കായ്കളും ഉണ്ടായി തുടങ്ങി. ഇപ്പോൾ ഇവിടെ 3 പീച്ചിങ്ങ ഉണ്ടായി, നിറച്ചും ഉണ്ടാകുന്നുണ്ട്. അത് 2-3 പീച്ചിങ്ങ ഞാൻ പറിച്ചു ഇന്ന് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനെക്കാട്ടി ശകലൂടെ വലുതാകുമ്പോൾ നമ്മൾ അതിനെ പറിച്ചെടുക്കും. പൊട്ട് പീച്ചിങ്ങയാണ് എടുത്ത് കൂട്ടാൻ വെക്കാൻ ഏറ്റവും നല്ലത്. ഇതിന് വളമായിട്ട് ഞാൻ ചേർക്കുന്നത് വെജിറ്റബിളിൻ്റെ തൊലി, ചാണകം, ചാരവും ചേർക്കാറുണ്ട്. ഇവിടുത്തെ മണ്ണ് നല്ല കറുത്ത മണ്ണായതുകൊണ്ട് പെട്ടെന്നെല്ലാം കൃഷി വളർന്ന് നല്ല വളമുള്ള മണ്ണാണ് ഇവിടുത്തേത്. ഞാനിവിടെ കുറേയേറെ കൃഷികൾ ചെയ്യാറുണ്ട്. എൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്ക്, ഇവിടെ വെളിയിൽ ഒരുപാട് ഞാൻ കൃഷികൾ ഇവിടെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പറിച്ച പീച്ചിങ്ങായ ഈ പരിവം ആകുമ്പോഴാണ് നമ്മൾ പീച്ചിങ്ങ പറിച്ച് കൂട്ടാൻ വെക്കാൻ ഇവിടെ എടുക്കുന്നത്. ഇവിടെ മഹാരാഷ്ട്ര മറാഠിക്കാർ ഇതിനെ സബ്ജി ഉണ്ടാക്കുന്നതാണ്. കപ്പലണ്ടി അരച്ചും ഉണ്ടാക്കും. നമ്മൾ കപ്പലണ്ടി വറുത്ത് പൊടിച്ചു ഇതിനകത്ത് ചേർത്ത് ശുക്കിയായിട്ടും ഉണ്ടാക്കും.